ഹായ്, ഗുഡ് മോർണിംഗ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം സാഖ്യയോഗം 5-ാമത്തെ ശ്ലോകമാണ്. ഗുരൂന ഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ ഹത്വാർത്ഥകാമാംസ്തു ഗുരൂൻ ഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ. അർത്ഥം കുറച്ച് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാക്കി പറയാം. ഗുരുത്തമേലും നിവരെ ഹനിക്കാതിരിക്ക നല്ലോ ഭുവനത്തിലെങ്ങും ഹനിച്ചു ചോരക്കുരുതിക്കളത്തിൽ ഗണിക്കയോ സൗഖ്യമശിപ്പതിനായി. മുന്നിൽ നിൽക്കുന്നവരെല്ലാവരും ബന്ധുക്കളാണ്. നമ്മൾക്ക് എത്രയോ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുള്ള ആൾക്കാരുമാണ്. ആചാര്യന്മാരാണ്, മുത്തശ്ശന് തുല്യരാണ്. മഹാരഥന്മാരായിട്ടുള്ള ആചാര്യന്മാരെ എന്തിനാണ് ഞാൻ വധിക്കുന്നത്? ഇതിനേക്കാളും നല്ലത് ഭിക്ഷാടനം കൊണ്ട് ഉപജീവനം കഴിക്കുകയാണ്. അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം അവരെ കൊല്ലുകയാണെങ്കിൽ സുഖാനുഭവങ്ങളൊക്കെ നമുക്ക് കിട്ടുമായിരിക്കും. പക്ഷേ അതിലെല്ലാറ്റിലും കുറച്ച് ഒരു ചോരക്കറ പുരണ്ടതായിരിക്കും, പാപഭംഗിലമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ബന്ധുക്കളെ കൊന്നിട്ട് യുദ്ധത്തിന് തയ്യാറല്ല എന്നാണ് അർജുനൻ പറയുന്നത്. അപ്പോൾ ഇതിലും കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ അരിസൂദന മധുസൂദന എന്നൊക്കെ വിളിച്ചപ്പോഴും ഭഗവാന്റെ ബന്ധുക്കളല്ലാത്തവരെ കൊന്നു എന്ന് സൂചിപ്പിക്കുമ്പോഴും കംസനെ കൊന്നത് പറഞ്ഞിട്ടില്ല. അല്ലാതെയാണ് അർത്ഥം എടുക്കുന്നത്. അതായത് അർജുനൻ ചിന്തിക്കുന്നത് അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. മറ്റസുരന്മാരെ അല്ലേ കൊന്നത്, എൻ്റെ ബന്ധുക്കളെ അല്ലേ ഞാൻ കൊല്ലേണ്ടത് എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഈ പദ്യം ഇന്നലെ അർത്ഥവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി 6-ാമത്തെ ശ്ലോകം. ന ചൈദദ്യുത്മക്കദരന്നോ ഗരീയോ യദാ ജയേമ യദി വാ നോ ജയേയോ യാനേവ ഹത്വാ ന ജിജീവിഷാമാസ്തേവ സ്ഥിതാ പ്രമുഖേ ധാർത്തരാഷ്ട്ര. 2 തരത്തിൽ സംഭവിക്കാം ഇവിടെ. ജയിക്കലും ആവാം, തോൽക്കലും ആവാലോ. ജയിക്കലും തോൽക്കലും എന്തു ഭേദം അറിഞ്ഞിടുന്നില്ല ഗുരുത്വമേതാ കൊതിപ്പതിലൊട്ടും ഉയരോടിരിപ്പാൻ വധിച്ചു ഞാനീ ധൃതരാഷ്ട്ര സൈന്യം. ആകെ ആശയക്കുഴപ്പത്തിലാവാണ് അർജുനൻ. എന്താ ചെയ്യുക? ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾ അവരെ കീഴടക്കും, അല്ലെങ്കിലോ അവർ ഞങ്ങളെ കീഴടക്കും. അതിലേതെങ്കിലും ഒന്ന് സംഭവിക്കുമല്ലോ യുദ്ധത്തിൽ. ഇതിലിപ്പോൾ ഏതാണ് അഭികാമ്യം എനിക്ക് മനസ്സിലാവണില്ലല്ലോ. ആരെ വധിച്ചിട്ടും, അതായത് അവരെ ഞങ്ങൾ വധിക്കുകയാണെങ്കിൽ എന്തിനാണ് അങ്ങനെ അവരെ വധിച്ചിട്ട് ഞങ്ങൾ ജീവിക്കുന്നത്? വീണ്ടും അതേ സംശയം തന്നെ വരികയാണ്. ആരെയാണോ ഞങ്ങൾ വധിക്കേണ്ടത്? അവരെല്ലാവരും നമ്മുടെ ബന്ധുക്കളാണല്ലോ. അവരാണ് ഞങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് എതിരാളികളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവരെ തന്നെ വധിച്ചിട്ട് ഞങ്ങൾ എന്തിനാണ് ഇങ്ങനൊരു രാജ്യം നേടുന്നത് എന്നുള്ള ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയാണ്. അവിടെ നമുക്ക് ആദ്യത്തെ ശ്ലോകങ്ങളിൽ, ആദ്യത്തെ സർഗത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത്, നിശ്ചയിച്ചിട്ട് ഞാൻ എന്തായാലും യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞ് അവിടെ തേർത്തട്ടിലിരിക്കുന്നതാണ്. പിന്നീട് ഭഗവാനോടൊന്ന് ചോദിച്ചു നോക്കാം സംശയം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. ഇപ്പോൾ കുറച്ചും കൂടെ ഒരു വിഷാദം കൂടിക്കൂടി വരികയാണ്. എനിക്ക് മനസ്സിലാവില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരവസ്ഥയിൽ ഇരിക്കുകയാണ്. എന്തിനപ്പോൾ അവരെ കൊല്ലുന്നത്? ഒന്ന് പറഞ്ഞു തരുമോ എനിക്ക്? അതിൻ്റെ സത്യാവസ്ഥയൊന്ന് പറഞ്ഞു തരുമോ? അവരെ കൊന്നിട്ട് രാജ്യം നേടുന്നത് എന്തിനാണെന്നൊന്ന് എനിക്ക് വിശദമായിട്ട് പറഞ്ഞു തരുമോന്ന്. ഇപ്പോൾ ഉപദേശത്തിന് പോവുക എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ മാറി മാറി വരുന്നുണ്ട് അർജുനൻ. അങ്ങനെ സമയമാകുമ്പോൾ ഭഗവാന് മനസ്സിലാവും അർജുനൻ തത്വങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ തയ്യാറായി എന്ന്. അപ്പോഴാണ് ഭഗവാൻ ഉപദേശിക്കുള്ളൂ. അതുവരെ ഇങ്ങനെ അർജുനനെ പഠിക്കുകയാണ്. എന്തൊക്കെയാച്ചാൽ പറയട്ടെ എന്നും വിചാരിച്ച് നിൽക്കുകയാണ്. 7-ാമത്തെ ശ്ലോകം. കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേത
യത് ശ്രേയസ്യനിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധി മാം ത്വാം പ്രപന്നം. ഭീരുത്വമാകാവിനെന്തു ചെയ്യും നേരിൽ പറഞ്ഞിടുക ശിഷ്യനോടായി. ധർമ്മം ഗ്രഹിക്കാതുഴലുന്നൊരെന്നെ സന്മാർഗമേറുംപടി ശാന്തനാക്കൂ. കാർപ്പണ്യദോഷോപഹത സ്വഭാവ. കാർപ്പണ്യദോഷം കൊണ്ട് നശിപ്പിക്കപ്പെട്ട സ്വഭാവത്തോടു കൂടിയവനാണ് ഞാൻ. ധർമ്മസമ്മൂഢചേതാഹ. എനിക്ക് ധർമ്മം ഏതാന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അഹം ത്വാം പൃച്ഛാമി. ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്. യത് മേ ശ്രേയഃ സ്യാദ്. എന്താണ് എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളത്? ശ്രേയസ്കരം എന്നാട്ടോ പറയുന്നത്. എനിക്ക് നല്ലത് എന്താണ്? ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? തത് നിശ്ചിതം ബ്രൂഹി. അതെന്തായാലും അതെനിക്ക് പറഞ്ഞു തരൂ. തങ്ങളുടെ നിശ്ചയം എനിക്ക് പറഞ്ഞു തരൂ. എനിക്കൊരു നിശ്ചയം എടുക്കാൻ പറ്റുന്നില്ല. എങ്ങനെയൊക്കെയോ ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഞാൻ. എനിക്ക് ഒരു തീരുമാനവും എടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എന്നെ സഹായിക്കൂ. അഹം തേ ശിഷ്യഃ. ഞാനതിൽ അങ്ങയുടെ ശിഷ്യനാവാൻ പോവുകയാണ്. കാരണം അങ്ങ് പറയുന്നത് ഞാൻ അനുസരിച്ചോളാം. കഴിഞ്ഞ അധ്യായത്തിലെ വാക്കുകളൊന്നുമല്ല അവിടെ വരുന്നത്. ഞാൻ അങ്ങയോട് ഉപദേശം ചോദിക്കുന്നു. ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, എന്നെ ഉപദേശിക്കൂ. ത്വാം പ്രപന്നം മാം ശാധി. അങ്ങയെ ആശ്രയിച്ചിരിക്കുന്ന എന്നെ ഉപദേശിച്ചാലും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ കാർപ്പണ്യദോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ജീവിതം നമുക്ക് കിട്ടി. ആ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിച്ചതൊന്നും നേടാതെ എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നു. രാവിലെ എണീറ്റാൽ എന്തൊക്കെയോ നമ്മൾ ചെയ്തു തീർക്കുന്നു അല്ലേ. നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ മുഴുവനും ഒരു ലക്ഷ്യമൊന്നുമില്ലാതെ എന്തൊക്കെയോ ചെയ്ത് ജീവിച്ച് ഒടുവിൽ മരണവും സംഭവിക്കുന്നു, വിചാരിച്ചതൊന്നും തന്നെ നേടാതെ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എന്നാണ് പറയുന്നത്. എനിക്ക് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഇതെല്ലാം മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. അത് ഉപഹതമാണ്, മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ യുദ്ധം ചെയ്യണമെന്നുണ്ട്, എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. കാരണം ഒരു ക്ഷത്രിയൻ്റെ ധർമ്മം യുദ്ധം ചെയ്യലാണ്. അതെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എങ്ങനെയാണ് ഞാൻ യുദ്ധം ചെയ്യുന്നത്? ബന്ധുക്കളല്ലേ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ബന്ധുക്കളോട് ഞാൻ യുദ്ധം ചെയ്താൽ അത് അധർമ്മമാവില്ലേ എന്ന് എനിക്കൊരു സംശയം. ഈ വക സംശയങ്ങളെ കൊണ്ടാണ് കേട്ടോ ഞാനിതൊക്കെ പറയുന്നതെന്ന് അർജുനൻ പറയാണ്. ചിലപ്പോൾ നമ്മൾക്കും ഇങ്ങനത്തെ സ്ഥിതിവിശേഷങ്ങൾ വരാല്ലേ. നമ്മൾ എല്ലാ ആൾക്കാർക്കും തന്നെ, മിക്കവാറും 99% ആൾക്കാർക്കും വരുന്നതാണ് മൂഡ് ഔട്ട് അല്ലെങ്കിൽ ഡിപ്രഷൻ. എനിക്കൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ. അതായത് എന്തോ ഒരു പ്രശ്നം. അത് എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ചില ആൾക്കാർക്ക് എന്തോ പ്രശ്നം, മാനസികമായിട്ട് ഭയങ്കര വിഷമം. എന്തിനാണ് വിഷമിക്കുന്നത്? സ്വത്തില്ലേ? ഓ ഉണ്ടല്ലോ. ജോലി ഉണ്ടോ? ഓ ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. പിന്നെന്താണ്? സാമ്പത്തികം പ്രശ്നമില്ല. പിന്നെ കുട്ടികളൊക്കെ വളരെ നന്നായിട്ടൊക്കെ ഇരിക്കുന്നില്ലേ? ഓ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മനസ്സ് പക്ഷെ ചഞ്ചലാണ്. ഒന്നിലും ഉറച്ചു നിൽക്കുന്നില്ല. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ മനസ്സിന് ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കുറച്ച് നേരം പാട്ട് കേട്ടിരിക്കും, TV കണ്ടിരിക്കും. പാട്ട് കേൾക്കുന്നു, 2 പാട്ട് കേൾക്കുമ്പോഴേക്കും മതി, എനിക്ക് പറ്റുന്നില്ല. TV കാണുന്നു, അതിലും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ നട്ടുച്ചയ്ക്കൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കാനിരിക്കും. അപ്പോൾ ഒട്ടും കോൺസെൻട്രേഷൻ കിട്ടില്ല. ആകെപ്പാടെ ശാന്തി കിട്ടുന്നില്ല. എന്താ കാരണം എന്ന് മനസ്സിലാവുന്നുമില്ല. എന്നാൽ ഒന്നും ഇല്ലാത്തതില്ല. ജീവിതത്തിൽ എല്ലാം തന്നെ നേടിക്കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം ഉണ്ട് അത്യാവശ്യത്തിന്. അപ്പം അങ്ങനെ ഒരവസ്ഥയിൽ ചിലപ്പോൾ ഒരു വിഷാദം കടന്നു വരാം നമുക്കും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എപ്പോഴും അതിനൊരു ഉപദേശം കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ. പക്ഷെ നമുക്ക് ആരോടും പറയാനൊന്നും അത് തോന്നില്ല. എന്താ വിഷാദം എന്നുള്ളത് നമുക്ക് തന്നെ അറിയുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇത് 2 കൂട്ടർക്കും വരും കേട്ടോ. എന്നുവെച്ചാൽ ഒന്നുമില്ലാത്തവർക്കും ചിലപ്പോൾ വരും. കാരണം അവർക്ക് ജീവിതത്തിൽ എന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ടാവും. അതൊന്നും തന്നെ നേടാൻ പറ്റാത്തവർക്കും വിഷാദം വരാം. കാര്യം എല്ലാം നേടിയവരും വിഷാദം വരുന്നു. ഒന്നും നേടാൻ പറ്റാത്തവന് അങ്ങനെയും വിഷാദം വരാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾക്ക് എന്തോ ഒരു കാര്യത്തിന് സമയമായി, അതായത് ഒന്നിലും ശ്രദ്ധ നിൽക്കുന്നില്ലല്ലോ. അപ്പം അങ്ങനെയാണ് നമ്മൾ മെല്ലെ ഈ ഈശ്വരനിലേക്ക് തിരിയുന്നത്. അതായത് ഭഗവാന്റെ ആത്മീയത എന്ന് പറയില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാനും അങ്ങനെയുള്ളത് പഠിക്കാനും ഒക്കെ നമ്മൾ തോന്നുന്നത്. അതുകൊണ്ടാണ് മിക്കവാറും എല്ലാവരും, ഞാനടക്കം, റിട്ടയർമെൻറ്റിനൊക്കെ ശേഷം ഇതെല്ലാം തുടങ്ങുന്നത്. കാരണം അതുവരെ നമ്മൾക്ക് നമ്മുടെ കർമ്മ മേഖലയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ.
ജോലികളൊക്കെ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഇതെല്ലാം ഇപ്പം ഞാനിരുന്ന് ഇങ്ങനെ വായിക്കുന്ന പോലെ ഇത്രയധികം സമയം എനിക്ക് ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനോ ഒന്നും പറ്റില്ല. കാരണം ഭർത്താവ്, കുട്ടികൾ, ജോലി ഇത്രയും തന്നെ ഉണ്ടെങ്കിൽ തന്നെ അധികം ജോലികളായി നമുക്ക്. അതായത് ചിന്തിക്കാൻ സമയമില്ലാത്ത ഒരവസ്ഥ വരും. അത് കൂടാതെ ബാക്കി തിരക്ക് പിടിച്ച ജീവിതങ്ങൾ വേറെയും, ഒരു ഹോസ്പിറ്റലൈസേഷനോ അല്ലെങ്കിൽ ഒരു ടൂറോ ലൈക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾക്ക് പ്രശ്നമാണ്. അപ്പോൾ ഇത്രയും ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിഷാദം വരും. അതേപോലെ ഇപ്പോൾ അർജുനന് വിഷാദം വന്നേക്കാണ്. ആ അർജുനന് വിഷാദം വരുമ്പോൾ അതിൻ്റെ അർത്ഥം അർജുനനും ഒരു വേറെ തലത്തിലേക്ക് അല്ലേ, വേറെന്തോ ഒരു ഉപദേശം കേൾക്കേണ്ട അത്യാവശ്യമുണ്ടെന്ന് ശ്രീകൃഷ്ണന് തോന്നി. അവിടെ ഇപ്പോൾ പറയുന്നത് ഏത് ശ്രേയഹ എന്നാണ് പറയണത്. 2 തരത്തിലുണ്ട് അത്രേ, ശ്രേയസ്സും പ്രേയസ്സും. അപ്പം ഞാനാര്, ഈശ്വരനാര് എന്നുള്ളതൊക്കെ ചിന്തിച്ച് അതിൻ്റെ ഒരു ഉത്തരം കിട്ടി. ഈശ്വരൻ ആര് എന്നുള്ള അതിലേക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ പ്രയത്നിക്കുക. അതാണ് ശ്രേയസ്കരം, അതാണ് ശ്രേയസ്സും. പ്രേയസ് എന്ന് പറഞ്ഞാൽ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ ഈശ്വരനെ ആശ്രയിക്കുക. അത് സത്യത്തിൽ സ്വാർത്ഥതയാണ്. അത് അത്ര നല്ല കാര്യവുമല്ല. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഉപദേശിക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു ഗുരുവിനെ കിട്ടിയാൽ വളരെ നന്നായിട്ട് ഗുരുവിൻ്റെ ഒരു ശിക്ഷണത്തിൽ നമുക്ക് ഈ തത്വങ്ങളെല്ലാം പഠിക്കാനും അതിലേക്ക് തിരിയാനും പറ്റും. അപ്പോൾ അവിടെ ഗുരുവിൻ്റെ വാക്യം വേദവാക്യമായിട്ട് എടുക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സാറുണ്ടായിരുന്നു. ആ സാറിൻ്റെ വാക്യമൊക്കെ ഞങ്ങൾ വേദവാക്യമായിട്ടാണ് എടുക്കാറ്. കാരണം സാറ് പറഞ്ഞാൽ പിന്നെ അവിടെ പ്രശ്നമൊന്നുമില്ല. സാറ് പറഞ്ഞ പോലെ ഞങ്ങൾ ജീവിക്കും, പഠിക്കുന്നു, അതേപോലെ തന്നെ ഞങ്ങളെ നല്ല വഴിക്ക് നയിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള എത്രയോ മഹാന്മാരായിട്ടുള്ള അധ്യാപകന്മാരും ഉണ്ട് കേട്ടോ, അധ്യാപികമാരും. അപ്പോൾ ആ ഗുരു നയിക്കുന്ന വഴിയിലൂടെ നമ്മൾ നീങ്ങുകയാണ്. അപ്പോൾ അർജുനൻ പറയുകയാണ്. അപ്പോൾ അർജുനൻ ശരിക്കും പറയുന്നതിന് മുൻപ് തന്നെ അപ്പോൾ അർജുനൻ സ്വന്തമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയല്ലോ, ഞാൻ ശിഷ്യപ്പെടാൻ പോവുകയാണെന്ന്. അപ്പോൾ അർജുനൻ അങ്ങനെ തന്നെ, അർജുനൻ അറിയാതെ തന്നെ ഭഗവാന് ശിഷ്യനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വന്തമായിട്ടുള്ള ധർമ്മം എന്താണെന്ന് പോലും എനിക്കറിയില്ല എന്നാണ് അവിടെ പറഞ്ഞത്. ഈ ധർമ്മം അറിയാത്ത എന്നെ, ഈ ശിഷ്യനെ ഒന്ന് നേരാം വഴിക്ക് നയിക്കൂ എന്നാണ്, നേർവഴിക്ക് എന്നെ നയിക്കൂ എന്നാണ് പറയുന്നത്. ഇനി 8ാമത്തെ ശ്ലോകം. നഹി പ്രപശ്യാപി നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ഛോകമുച്ഛോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമാവസപത്മവൃദ്ധം എന്നാണ്. രാജ്യം സുരാണാമഭിചാധിപത്യം സുരേന്ദ്രപട്ടം ഭുവനപ്രതാപം വരിക്കലും തെല്ലു സുഖം ലഭിക്ക വരട്ടിടും ശോകമതിന്ദ്രിയത്തെ വിരട്ടുവാനായി വഴിയോതിടേണം. ഭൂമൗ അസപത്നം വൃദ്ധം രാജ്യം. ചിലപ്പോൾ നമ്മൾക്ക് ഈ യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ ശത്രുക്കളില്ലാത്ത സമൃദ്ധമായിട്ടുള്ള എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള ഒരു രാജ്യം ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരും. വേണമെങ്കിൽ നമുക്ക് സുരാണാം ആധിപത്യം സ്വർഗത്തിൽ ദേവന്മാരുടെ ആധിപത്യം, ഇതൊക്കെ നമുക്ക് ജയിക്കാം. അതും കിട്ടും. ദേവന്മാരുടെ സ്വർഗത്തിലേക്ക് പോകാമല്ലോ, ജയിച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിലെത്താം. അവാപ്യ പ്രാപിക്കാൻ പറ്റും. മമ ഇന്ദ്രിയാണാം ഛോഷണം ശോകം. എന്തൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാലും എനിക്ക് വീണ്ടും ഒരു വരൾച്ച വരികയാണ്. എൻ്റെ ഇന്ദ്രിയങ്ങളെ അതെല്ലാം വരൾച്ച ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ശോകം അകലുന്നില്ല, ഇതെല്ലാം എനിക്ക് ദുഃഖമാണ് തരുന്നത്. എൻ്റെ ഈ ദുഃഖം ഇല്ലാതാക്കുന്നതെന്തോ അതെനിക്കൊന്ന് ഉപദേശിക്കാവൂ എന്നാണ് പറയണത്. ദേവന്മാരെ കീഴടക്കാൻ പറ്റും, ഭൂമിലോകത്തിൽ അജയമായിട്ടുള്ള ആധിപത്യം കിട്ടും. പക്ഷേ ഇതൊക്കെ നേടിയാലും ഞാൻ എൻ്റെ മനസ്സിൻ്റെ വേദന, നേരത്തെ പറഞ്ഞ ആ ഡിപ്രഷൻ ഉണ്ടല്ലോ, വിഷാദം, അത് മാറ്റാൻ യാതൊരു വഴിയും കാണുന്നില്ല. അതും കൂടെ എനിക്ക് ഒന്ന് ഉപദേശിച്ച് തരുമോയെന്ന് അർജുനൻ വീണ്ടും ഭഗവാനോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കും ഇങ്ങനെ തന്നെയാണ് അല്ലേ, നമുക്ക് എന്ത് കിട്ടിയാലും തൃപ്തിപ്പെടില്ലേ.
ചിലപ്പോൾ എന്തൊക്കെ ആഗ്രഹിച്ച് കിട്ടിയാലും നമുക്ക് തൃപ്തി വരില്ല. ഇനിയിപ്പോൾ ആഗ്രഹിച്ചത് കിട്ടാഞ്ഞാലോ അത് നിരാശയായിട്ട് മാറും. അത് എല്ലാം എന്ത് കിട്ടിയാലും തൃപ്തിപ്പെടാത്തതിനെ നമ്മൾ വിരക്തി എന്ന് പറയും. എന്ത് കിട്ടാത്തത് നമ്മൾ നിരാശ എന്നും പറയും. നമ്മുടെ ജീവിതത്തിലും നമ്മൾ എല്ലാ സുഖദുഃഖങ്ങളും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ അനുഭവിച്ചാലും എന്തോ ഒരു ഡിപ്രഷൻ, നേരത്തെ പറഞ്ഞ പോലെ എന്തോ ഒരു മൂഡ് ഔട്ട്, എന്താണെന്ന് മനസ്സിലാവണമില്ല. എനിക്കറിയില്ല എന്താണെന്ന്, ഒന്നും തോന്നണില്ല. ആകെപ്പാടെ ഒരു കാര്യത്തിനും ഒരു ഉത്സാഹവും. അതിനെയാണ് നമ്മൾ അങ്ങനെ എത്തുമ്പോഴാണ് നമ്മൾ ഒരു ഗുരുവിനെ തേടുക. അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഒന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഇതിന് വല്ല മാറ്റം ഉണ്ടാവും. ഓരോ മരുന്ന് അന്വേഷിക്കുന്ന പോലെ സാക്ഷാൽ ഭഗവാന്റെ കാര്യങ്ങൾ അറിഞ്ഞാൽ, ഭഗവാന്റെ തത്വങ്ങൾ കേട്ടാൽ ഇതിന് വല്ല മാറ്റം ഉണ്ടാവുമോ എന്ന് നമ്മളും ചിന്തിക്കുന്നത്. 9ാമത്തെ ശ്ലോകമാണ്. ഏവമുക്ത്വാ ഋഷികേശം ഗുഡാകേശ പരന്തപ നയോത്സ്യൈതി ഗോവിന്ദം ഉക്ത്വാ തുഷ്ണീം ബഭൂവഃ. പരന്തപഃ ഗുഡാകേശ, പരന്തപനായിട്ടുള്ള ഗുഡാകേശൻ. ഇന്നലെ പറഞ്ഞു പരന്തപൻ്റെ അർത്ഥം ശത്രുക്കളെ തപിപ്പിക്കുന്നവനാണ്. ആലസ്യത്തെ ജയിച്ചവനുമാണ് അർജുനൻ. ഋഷികേശം അതും പറഞ്ഞു, കൃഷ്ണനെയാണ് വിളിക്കുന്നത്. ഏവമുക്ത്വ, ഇങ്ങനെ ശ്രീകൃഷ്ണനോട് പറഞ്ഞിട്ട് നയോത്സ്യേ ഇതി ഗോവിന്ദം, ഞാൻ നീ യുദ്ധം ചെയ്യില്ല എന്ന് ശാഠ്യം പിടിക്കുകയാണ് വീണ്ടും. തുഷ്ണീം ബഭൂവഃ, മിണ്ടാതിരുന്നു. ഇനി ഞാനൊന്നും മിണ്ടുന്നില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ത് ചെയ്യണമെന്ന്. അതുകൊണ്ട് അങ്ങ് തന്നെ എൻ്റെ സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് തരൂ, അതിനനുസരിച്ച് ഞാൻ ചെയ്യാം. ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലാണെന്ന് പറഞ്ഞ് വീണ്ടും അർജുനൻ അവിടെ തേർത്തട്ടിൽ വിഷാദമായിട്ട് അല്ലെങ്കിൽ ശാഠ്യം പിടിച്ചുകൊണ്ട് നിശബ്ദനായിട്ട് ഇരിക്കുകയാണ്. നിശബ്ദനായിട്ടിരുന്നു എന്നാണ്. തുഷ്ണീം ബഭൂവഃ, മിണ്ടാതിരിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്ത ദിവസം ചൊല്ലാം. 9 ശ്ലോകങ്ങളാണ് ചൊല്ലിയിരിക്കുന്നത്. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേതുമിത്തമുദ്ധാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണു.